ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. നമുക്കിന്ന് പ്രഗ്നൻസി വെയിറ്റ് ഗെയിനിനെ കുറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പലരോടും പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പം എല്ലാവരും എന്നോട് ഇങ്ങോട്ട് കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നതിനേക്കാളും മുന്നേ പറഞ്ഞത് അയ്യോ ഇനിയിപ്പോൾ വീണ്ടും വെയിറ്റ് കൂടുമല്ലോ, ഇതായിരുന്നു പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാര്യം ഈ പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും ഞാൻ മിക്കവാറും ഭയങ്കര വെയിറ്റായിട്ട് നടക്കാൻ പറ്റാണ്ടൊക്കെ ആവും, എന്നെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ഇതായിരുന്നു എൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ പേടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനോട്ട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, ഞാൻ വെയിറ്റ് കൂടിയിട്ട് എനിക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റാണ്ട് അങ്ങനെ ആയി പോവാണെങ്കിലോ എന്ന്. അന്ന് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രഗ്നൻസി വെയിറ്റ് ഗെയിനിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്, അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരാം, എൻ്റെ വെയിറ്റ് ഗെയിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. അപ്പം ഈ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിയിൽ കുറഞ്ഞ പക്ഷം ഒരു 9 മുതൽ 15 കിലോ വരെ നമുക്ക് ഇൻക്രീസ് ആവും. അത് നോർമലാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ കുട്ടിയുണ്ടല്ലോ, ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് 2.5 to 3.5 kgs വരെ ഉണ്ടാവും. ഈ കുട്ടി കിടക്കുന്ന ഗർഭപാത്രം ഉണ്ടല്ലോ, അതിനാണെങ്കിൽ അതും ഗ്രോ ആവുകയല്ലേ, അതും ഏതാണ്ട് ഒരു 1 to 1.5 കിലോസ് ഉണ്ടാകും. പിന്നെ പ്ലാസൻഡ, കുട്ടിയെയും അമ്മയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓർഗനാണ് പ്ലാസൻഡ എന്ന് പറയുന്നത്. അതിനൊരു 0.7 to 1 kgs വരെ ഉണ്ടാകും. പിന്നെ യൂട്രസിനുള്ളിലുള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, അത് ഏകദേശം ഒരു 1 to 1.5 ലിറ്റേഴ്സ് ഉണ്ടാകും. നമ്മുടെ ബ്ലഡിൻ്റെ വോളിയം ഈ ടൈമിൽ ഇൻക്രീസ് ആവും. പ്രഗ്നൻസി സമയത്ത് ഒരു 2 to 2.5 ലിറ്റേഴ്സ് വരെ ഉണ്ടാവും. അതുപോലെ നല്ല രീതിക്കുള്ള വാട്ടർ റിട്ടൻഷനും ഉണ്ടാകും. അതും ഒരു 1 to 1.5 kgs ഉണ്ടാകും. പിന്നെ നമ്മൾ എന്തായാലും കുട്ടിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ചൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാവും. അതും ഒരു 2.5 to 3.5 kgs ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 9 to 15 kgs ഇൻക്രീസ് എന്തായാലും നോർമലാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ വെയിറ്റ് നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യാം ഡെലിവറി വരെയും എന്നുള്ളത് പറയുന്നത്. അതായത് പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ ഡെലിവറി വരെ ഇത്ര വെയിറ്റ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആയിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ BMI ചെക്ക് ചെയ്തിട്ടാണ്. അപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ പറഞ്ഞത്, എൻ്റെ അന്നത്തെ വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞത് 10 കിലോ വരെ കൂടാം, അതിന് മുകളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നല്ല മെലിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13 മുതൽ 18 കിലോ വരെ ഇൻക്രീസ് ആവാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതല്ല നിങ്ങളൊരു നോർമൽ വെയിറ്റിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 11 മുതൽ 16 കിലോ വരെ ഇൻക്രീസ് ആകാം. അതുമല്ല നിങ്ങൾ കുറച്ച് വണ്ണമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 7 മുതൽ 11 കിലോ വരെ ഇൻക്രീസ് ആകാം. അതല്ല നിങ്ങൾ ഭയങ്കര വണ്ണമുള്ള ഒരാളാണ്, ഒബിസ് കാറ്റഗറിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 9 കിലോ വരെ ഇൻക്രീസ് ആകാം. ഇത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് നിങ്ങൾ സംസാരിച്ച് നോക്കുക. എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വെയിറ്റ് ഗെയിൻ ആയതേ ഇല്ല. പലരും ഈ സമയത്ത് വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം ഛർദിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കുന്നതൊന്നും ഉള്ളിലെത്തത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ വെയിറ്റ് ചിലപ്പോൾ കുറയാം, അല്ലെങ്കിൽ ആ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കാം. അപ്പോൾ എൻ്റെ കാര്യത്തിൽ 1 കിലോ പോലും കൂടിയിട്ടില്ല. ഞാൻ എന്ത് വെയിറ്റ് ആയിരുന്നു ആ വെയിറ്റിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ, അതായത് 4ാമത്തെ മാസം മുതൽ 7ാമത്തെ മാസത്തിനിടയ്ക്ക് കുറച്ചായിട്ട് വെയിറ്റ് ഗെയിൻ ആകാൻ തുടങ്ങി. 6 കിലോ ആണ് എനിക്ക് ഇൻക്രീസ് വന്നത്. ഒരുവിധം നമ്മൾ 6 കിലോയിൽ പിടിച്ചു നിർത്തി. ഇനിയിപ്പോൾ ഒരു 5 കിലോ അത്രയൊക്കെ കൂടത്തുള്ളൂ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ എന്നോട് എല്ലാവരും പറയാൻ തുടങ്ങി, ഇങ്ങനെ ആയിരിക്കില്ല, അടുത്ത ഒരു 3 മാസം ഓരോ ആഴ്ചയിലും 1-2 കിലോ വെച്ചിട്ടൊക്കെ കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനാകാൻ തുടങ്ങി. അയ്യോ, അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നിൽക്കത്തില്ല, വീണ്ടും ആ വീൽ ചെയറിൻ്റെ പ്രശ്നം തന്നെയാണ് എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത്. പിന്നെ അടുത്തൊരു 3 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ പോയി. അപ്പം വീട്ടിൽ അമ്മയുടെ ഫുഡും അതൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കുമല്ലോ. പിന്നെ ഈ നമുക്ക് സ്വീറ്റ്സ് തരുന്നൊരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ സ്വീറ്റ്സും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഞാൻ കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവോയ്ഡ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നില്ലായിരുന്നു, മൈദയിലുണ്ടാക്കിയത് കഴിക്കുന്നില്ലായിരുന്നു. സ്വീറ്റ്സ് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. എനിക്കതിലൊരു കൺട്രോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്വീറ്റ്സൊക്കെ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, ഒരുപാടൊന്നുമല്ല, കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസാനത്തെ 3 മാസത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആഴ്ചയിൽ 2 കിലോ വീതമൊന്നും കൂടിയിട്ടൊന്നുമില്ല, എല്ലാം കൂടി ഒരു 7 കിലോ ആണ് ഇൻക്രീസ് വന്നത്. അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത് 72 ആയിരുന്നു. ഡെലിവറിയുടെ തലേന്ന് 85 ആയിരുന്നു. അതായത് ടോട്ടലി എനിക്ക് 13 kg ആണ് കൂടിയിട്ടുണ്ടായിരുന്നത്. മുന്നേ പറഞ്ഞ വെയിറ്റ് ഗെയിൻ്റെ റേഞ്ച് ഒരു കുട്ടിയുടെ കാര്യത്തിനാണ് കേട്ടോ. നിങ്ങൾ ക്യാരി ചെയ്യുന്നത് ട്വിൻസിനെയൊക്കെ ആണെങ്കിൽ ഈ റേഞ്ചൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിച്ച് നോക്കുക. കറക്റ്റായിട്ടുള്ള BMI എത്ര വെയിറ്റ് വരെ നിങ്ങൾക്ക് കൂടാം എന്നുള്ളതും ഒക്കെ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.